Audience. അമ്മ ചിന്റെ ദൈവമേ എനിക്ക് വയ്യ. എന്തൊരു കഷ്ടമായി പോയി ദൈവം, എന്തോരം പാടുപെട്ടതാണ്. പന്തോരോഴം എത്ര നാള് ഉണ്ടാക്കിയാലും പറ്റൂല. ഇത് എവിടെ പൊട്ടി? അഴ പൊട്ടി ചേച്ചി? ആടി ഇതേ പുതപ്പ് കഴുകിയിട്ടതായിരുന്നേ. ഓ ഇതിനി എത്തത്തൊന്നുമില്ല. അതുപോലെ ഇത് ഉറഞ്ഞു പോയി. ഏട്ടനിപ്പോ പുറത്തു പോകുന്നുണ്ട്, വേറെ മേടിപ്പിക്കാം. ഇത് വിരിച്ചില്ലെങ്കിൽ ഉണങ്ങൂലെന്നേ താഴെ വീണാന്നിട്ട്. പിന്നല്ലാതെ മണ്ണായി. ഇനി അത് കഴുകണമൊന്നും കൂടി. അയ്യേ എന്തൊരു കഷ്ടാന്ന് വെച്ചാ ധൃതി പണിക്ക് നിന്നിറക്കൂന്ന് പറഞ്ഞ പോലെയാ. എത്തോ നോക്കട്ടെ കേട്ടാ. എത്തുവാടി? ഇല്ല ചേച്ചി, എത്തത്തില്ല. കണ്ടാലും എന്നെ കൊണ്ട് വയ്യ. അതുപോലെ ഇട്ടാലും ഇനിയും പൊട്ടി താഴെ വീണാലോ. നിന്റെ പണിയൊക്കെ കഴിഞ്ഞാ? എന്ത് പണി? മീനെന്ത് കിട്ടി? മീനിപ്പോ ഏട്ടൻ്റെ പുറത്ത് പോകുന്നുണ്ട്, അപ്പം മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഇവിടെ എന്ത് കിട്ടി? ഓ ഇവിടെ മീനും കിട്ടിയില്ല. അലി വരാതെ എങ്ങനെ മീൻ കിട്ടാൻ വേണ്ടി? അതിനെ കാണുന്നില്ലല്ലേ? പോവല്ലേ? പിന്നെ കുറച്ച് ചരടും അല്ല കയറും കൂടെ മേടിച്ചേക്കോ. ചേച്ചിക്ക് തങ്കം, എന്തുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം. അത് ക്രമങ്ങൾ കാണിക്കരുത്. എന്റെ മോനെ, ഈ വീടിന്റെ പാതി അടിച്ചോണ്ടേ ഞാൻ പോവാണെങ്കിൽ പോകുള്ളൂ കേട്ടാ. മീൻ മേടിക്കുമ്പോ ചേച്ചിക്കും കൂടെ മേടിച്ചേക്കും. മീൻ മേടിക്കുമ്പോ ചേച്ചിക്കും കൂടെ മേടിച്ചേക്കാൻ. അലീനെ കാണാത്തോണ്ട് മീൻ കിട്ടണില്ലടാ. അലീനെ അമേരിക്ക പോയി പറയാം. അലീനെ കാണാത്തോണ്ട് മീൻ കിട്ടുന്നില്ല. അലിക്കിപ്പോ വരാൻ സമയമില്ല. എന്തൊറ്റി? അലിയുടെ ഒരു അമ്മായി ഉണ്ടല്ലോ, ഒരു അലുമ്പ് കേസ്. അയാളൊന്നും പ്രശ്നമാ. സ്റ്റേഷനിലുണ്ടായിരുന്നു. അലിയുടെ അമ്മായിയപ്പൻ പ്രശ്നമാണെങ്കിൽ ഇയാൾക്ക് മീൻ കൊണ്ടുവന്നൂടെ? വേണ്ടപ്പെട്ട ആരെങ്കിലും വന്ന ഇറക്കിയല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ജാമ്യം കിട്ടണ്ടേ? ഞങ്ങള് കണ്ടില്ലല്ലേ വരുന്നത്. നിങ്ങളെന്നെ നോക്കിയാലല്ലേ കാണുള്ളൂ. കണ്ട പിടയ്ക്കണ മീന് തുടിക്കണത് കണ്ട. അയല അയല അയല. ഈ കാക്ക പണ്ടത്തെ പോലെ ഇപ്പൊ മലന്ന് പറക്കൂല. അത് പണ്ട്. പൈസ നോക്കിയില്ല. കിലോ 200 രൂപ. അയലക്കാ? പിന്നെന്ത്? അയല ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ നിന്റെ കെട്ടിയനെ പോലെ ഞാൻ നിങ്ങക്ക് മാത്രം വാങ്ങിക്കോ? 2 പേർക്കും ഉണ്ട്. അഴ പൊട്ടിപ്പോയി ഒന്ന് കെട്ടിത്താ. അഴ പൊട്ടിയാ? അതാ മതിലെങ്ങാണ്ട് വിരിച്ചിടും അവിടെ. പിന്നെ എന്നാ ഇവിടെ മീന് വാങ്ങിക്കണ്ടേ? നിനക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കുള്ള ഇങ്ങോട്ട് തന്നേക്ക്. എന്റെ കൂടെ ഏട്ടനോടല്ല. വരുന്നു. ഇതാടി മത്തന? എലിശ്ശേരി. എലിശ്ശേരി നല്ല മണമുണ്ട് കേട്ടോ. നിനക്കൂടെ വേളപ്പെട്ടാടി. എന്തോടെ താല്പര്യം? മീൻകറി. നമ്മുടെ മീൻകറി ഇവിടുത്തെ. എന്നിട്ട് കഴിക്കാൻ പറയട്ടെ. അതെ, ഇതിൽ ഏത് കറിയാണ് ടേസ്റ്റ് ഉള്ളതെന്നൊന്ന് പറഞ്ഞു. ഞാൻ വെച്ച കറിയാണോ ലില്ലി വെച്ച കറിയാണോ നല്ലതെന്ന് പറ. കൊള്ളാന്ന് കഴിച്ചു നോക്കേ. രുചിച്ച് നോക്കടേ. രുചിച്ച് നോക്കാതെ എങ്ങനെ കൊള്ളാന്ന് പറയും? അടിപൊളി. അടിപൊളി. അതൊന്ന് അടിപൊളി. എന്റെ മാമ ഇത് ഡാഡിയുടെ സ്പെഷ്യൽ പാചകമാണ്. അമ്മ വെച്ചല്ല. അല്ലാതെ കുടുംബകലഹം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞല്ല. അല്ല എന്റെ പൊന്നെ, ചോറ് വാങ്ങി വെച്ച്
എപ്പ തുടങ്ങി അടുക്കളയിൽ കിടന്ന് സർക്കസ് കാണിക്കായിരുന്നു ക്ലീറ്റോ. അടുക്കള കിടക്കണ കാണോടി. വെച്ചില്ല എന്നാലും സംഭവം റെഡിയായി നോക്കില്ലേ? എവിടെ 4 മണിക്കൂർ കൂടെ എടുത്തനെ, അതിന് മുമ്പേ സംഭവം റെഡിയായി. 4 മണിക്കൂർ എടുക്കും അത് വൃത്തിയാക്കി. ഇത്തിരി വൃത്തിയാക്കണം. ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ലല്ലോ. ഇന്നിപ്പോൾ ഇതൊന്നും ചെയ്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ലില്ലി മോളെ വെച്ച് കറിയും വെച്ച് ഞാൻ 2 ചോറ് കൂട്ടി പിടിച്ചു നോക്കണം. കഴിച്ചില്ലേ ഇപ്പൊ ഇതുവരെ? അതല്ലേ പറഞ്ഞത് അവിടെ സർക്കസ് ആയിരുന്നു. അതെ, ഇത് എന്തോ ഇതുണ്ടല്ലോടെ, മീൻ വാങ്ങുന്നു, കറി വയ്ക്കുന്നു, താലപ്പൊലിയായിട്ട് വരുന്നു, ഒരുമിച്ച് കഴിക്കാൻ പോകുന്നു. തുടങ്ങി. ഇല്ല, ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കില്ല. ഞാനേ അവിടെ പോയിരുന്ന് കഴിച്ചോളാം. മൂടിക്കൊണ്ട് പോ. ഇല്ല, ഞാൻ കഴിക്കുന്നില്ല. മൂടിക്കൊണ്ട് വേണ്ട. എന്നാ ഞാൻ പോട്ടെ. നല്ലാന്ന് തോന്നൂല്ലേ ക്ലീറ്റോ വെച്ച? പിന്നെ എന്റെ ആങ്ങളല്ലേ കൈപ്പുണ്യം അതാ പറഞ്ഞത് ഒരേപോലെ ഇരിക്കണം. നാങ്ങളെയും പെങ്ങളുടെ മീൻകറി ഒരുപോലെ ഇരിക്കണം. പക്ഷെ എന്തായാലും അളിന്റെ പാചകം അടിപൊളിയാണ്. അതാ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും നല്ല കൈപ്പുണ്യാണ്. ഒന്നും പറയല്ലേ. കൊള്ളാം, പക്ഷെ കൊള്ളാം. വെള്ളം എടുത്തോണ്ട് വരാം. ഇതൊന്നും ഞാനാണ് പറഞ്ഞത്, നിങ്ങൾ ആരോടും പറയല്ലേ. കൊള്ളാം. ഞാൻ എൻ്റെ പൊന്നേച്ചി കൊല കൊടുക്കുന്ന ചോദിച്ചിട്ട് പറയാം. ആ എൻ്റെ പൊന്ന് സുധി ചേച്ചി, എനിക്ക് ഈ കണ്ടവൻ്റെ കാര്യം കേൾക്കാൻ ഒരു താല്പര്യമില്ല. ചേച്ചിക്ക് അറിയാമല്ലോ കാര്യങ്ങൾ. ഇതിപ്പോൾ നമ്മൾ 3 പേരായതുകൊണ്ട് സമയമുണ്ടല്ലോ, പണിയെല്ലാം കഴിഞ്ഞല്ലോ എന്ന് ഓർത്ത് കേൾക്കും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളു. കണ്ടെടുത്ത കാര്യം അറിയണ ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. എന്നിട്ട് രാത്രി ആകുമ്പോഴേ ഇവരങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെ എടുക്കാം, പറ. ഹലോ, ആ ഞാൻ എന്താ പറഞ്ഞു കറണ്ട് നോക്കാനേ അവിടെ ആരാ വന്ന് നിൽക്കണം. ഞാൻ പോയിട്ട് വരാം. പറഞ്ഞിട്ട് പോയിട്ട് വന്നിട്ട് പറയാന്നേ. പക്ഷെ അത് കേട്ടില്ല. വരണേ വേഗം. ഓ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. മുഴുവൻ കേൾക്കാൻ പറ്റില്ല. കുന്തം ഉച്ചയ്ക്ക് അത്രയും പോലും കാക്കാൻ പറ്റത്തില്ലേ? എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ നിജസ്ഥിതി അറിഞ്ഞിട്ട് വേണം വിളിക്കാൻ, അല്ലാതെ വെറുതെ വിളിക്കും. ഇനി എൻ്റെ മുമ്പിൽ നീ വിളിക്കണമെന്ന് കേൾക്കരുത് കേട്ടോ. വിളിക്കാന്ന് മൊത്തം സുനിച്ചേച്ചിട്ട് വന്ന് കേട്ടട്ടെ, എന്നിട്ട് വിളിക്കാം. ഈ അമ്പും മൂലം അറിയാതെ ചേച്ചി. മീൻ വേണ്ട അലി. ഓ ചാടിപ്പോയനെ. മീൻ വേണ്ട. മീനില്ല ചേച്ചി. ഞാൻ കനകസാറിനെ കണ്ടൊരു കാര്യം പറയാനായിട്ട് വന്നതാ. കേട്ടില്ലല്ലോ. നമ്മുടെ അമ്മായിപ്പനെ കൊണ്ട് വലിയ ശല്യമായിരിക്കുക. അയ്യോ, അത് കഴിഞ്ഞില്ല ഇതുവരെ. സ്റ്റേഷനിലൊക്കെ എന്ന് പറഞ്ഞത് എവിടെ കഴിയാനായിട്ട് 1.5 ആഴ്ചക്ക് മുമ്പ് ഞാൻ കൊണ്ട് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നതാ. ഇപ്പം അത് എന്നെക്കാൾ വലിയ കോടാലിയായിട്ടിരിക്കുക. അയ്യോ, ഏട്ടാ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് പോയിരിക്കുക, വൈകും. 1.5 ആഴ്ചയായി ചേച്ചി കച്ചവടത്തിന് ഇറങ്ങിയിട്ട്. അതിനിടയ്ക്ക് കൊല്ലാപ്പ്. അത് നന്നായി അലി. അലി കച്ചവടം ചെയ്യാതിരിക്കാൻ നല്ലത്. അലി എവിടെ പോയാലും എപ്പോൾ വന്നാലും ഈ ചീഞ്ഞ മീനും കൊണ്ടേ വരുള്ളൂ. മിനിഞ്ഞാന്ന് ക്ലീറ്റോ കൊണ്ടുവന്ന മീനൊന്ന് കാണണമായിരുന്നു. അല്ല പച്ച പെടക്കണായില്ല. വായിൽ വെച്ചിട്ടില്ല. അതിന്റെ സ്വാദ് ഇപ്പോഴും വായിന്ന് പോയി. ഞാനാ ക്ലീറ്റോ ചേട്ടൻ മീൻ കൊടുത്തു വിട്ടത്. ഞാനല്ലേ മീൻ കൊടുത്തു വിട്ടത്. ക്ലീറ്റോ ചേട്ടൻ വരുന്ന ജംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോൾ പൈസ കൈ കാശില്ലെന്ന് പറയുമ്പോൾ ഞാൻ നിർബന്ധിച്ച മീൻ കൊടുത്തു വിട്ടത്. എനിക്ക് തോന്നി അലിയുടെ മീനിന്റെ പോലെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഞാനാ മീൻ കൊടുത്തു വിട്ടത്. ഏട്ടൻ വരുമ്പോ പറയാം, വൈകും. ഏട്ടനാ ഒന്ന് ഈ കാര്യം ഒന്ന് ഊർജ്ജയോടൊന്ന് പറയണേ ചേച്ചി. ഇത് ശരിയാന്ന് കേട്ടെ. ചമ്മിയല്ലേ ചമ്മി. ചമ്മലെന്തോ നമ്മളറിയുന്നില്ലല്ലോ. നല്ല ചമ്മലുണ്ടായിരുന്നു. പാവാച്ചെറുക്കൊന്നും പറഞ്ഞില്ല. പൈസ പോലും കൊടുത്തിട്ടില്ല. കിലോ 200 രൂപ പറഞ്ഞില്ല. ഇങ്ങോട്ട് വരട്ടെ കള്ളൻ. പറഞ്ഞോ ചേച്ചി. അയ്യോ വേണ്ട വേണ്ട. ഓ ചേച്ചി മാർക്കറ്റിൽ പോയതായിരുന്നാ? വേണ്ട ചേച്ചി വേണ്ട. അയില അയ്യോ തീരെ വേണ്ട. അയില മിനിഞ്ഞാന്ന് ക്ലീറ്റോ മേടിച്ചിട്ട് വന്ന്. ശരി ശരി. ശരി ചേച്ചി. ഓ കീറ്റോ അയില മേടിച്ചിട്ട് വന്ന ചരിത്രം പറയാതിരിക്കുക നല്ലത്. കീറ്റോന്റെ അയില. അതെ, എന്ത് കഥ? ഒന്ന് നിർത്താവോ? ഇല്ല, നിർത്തൂല. ഇന്നലെ രാത്രി തുടങ്ങിയതാണ്. ഇന്നലെ ഒരു പോള മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയില്ലെങ്കിലേ നല്ല കണക്കായി പോയി. പിന്നെ എന്തോന്ന് ഇത്? അല്ല നിങ്ങൾ എന്ത് മര്യാദ കേട്ടോ? നിങ്ങൾ എന്നോട് പറയണ്ടേ? അപ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് ആരുടെങ്കിലും പറഞ്ഞാ ഞാനിത് കാശ് കൊടുത്ത് മേടിച്ചാണെന്ന് പറഞ്ഞോ? പറഞ്ഞില്ലേ? നിങ്ങൾ പറഞ്ഞടി. ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് കിലോയ്ക്ക് 200 രൂപ. പൈസ നോക്കിയില്ല എന്ന് പറഞ്ഞാൽ അലി പൈസ നോക്കാതെ എനിക്കത് തന്നു.
അലിക്ക് ഞാൻ പൈസ കൊടുക്കൂല എന്ന് പറഞ്ഞില്ലല്ലോ. പൈസ കൊടുക്കും ഞാൻ. എനിക്ക് ഇച്ചിരി പൈസ വരാണ്ട് അലി, ഞാൻ വന്നിട്ട് തരാം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ക്ലീറ്റോ അത് വീട്ടിൽ വന്ന് പറയണ്ടേ, അലി തന്നതാണ് പൈസ, ഞാൻ തൽക്കാലം കൊടുത്തില്ല, പിന്നെ കൊടുക്കാനായിരുന്നു. എന്തിനാ അതൊക്കെ ഇവിടെ വിളിച്ച് പോകണത് വെച്ച് ഇത് ആൾക്കാരെ അറിയിക്കണതിന്? അതൊക്കെ നിന്റെ ആങ്ങളേരെ പരിപാടി. എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ അത് വിളിച്ച് 10 ആളുടെ അടുത്ത് പറയുക. ഇല്ല, അത് പോട്ടെ. അലി ഇവിടെ വന്ന് എന്താണ് പറഞ്ഞത് എനിക്കിപ്പോൾ അറിയണമല്ലോ. അലീനോട് പറഞ്ഞത് എന്ത്? അല്ല, അലീനോട് നിങ്ങൾ ഇതെന്നോട് പറയായിരുന്നെങ്കിൽ ആ ചെറുക്കൻ വരുമ്പോ ഞാൻ പറയും. ആ ചെറുക്കൻ വരെ ഞാൻ പറഞ്ഞില്ലേ, അലിക്ക് ഞാൻ പൈസ കൊടുക്കും. അത് ഇപ്പൊ അല്ല, എപ്പോഴായാലും ഞാൻ കൊടുക്കും. അതെന്തിനാ അവൻ ഇവിടെ വന്ന് പിന്നെ അതിന്റെ കാര്യം? അവൻ അങ്ങനെ പറഞ്ഞല്ല, ഞാൻ നാണങ്ങളാന്നില്ല, വിവരമില്ലാത്ത നീയൊക്കെ അത് പറഞ്ഞ ആ ശകലം ബോധമുള്ള അവനെങ്കിലും അത് വന്ന് അത് ചോദിക്കണത് കാര്യമുണ്ട്. കണ്ടാ പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ്. അലി, ഞാൻ എപ്പോഴാണ് നിന്റെ ഓസിന് മീൻ വാങ്ങിച്ചെന്ന് പറ. വിഷം അടിച്ചോ? ഓ അയ്യോ സോറി. ആശുപത്രിയില്ല. ഓ ശരി 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 ഓക്കെ. അലിയുടെ അമ്മായിയപ്പൻ അയാൾ വിഷം അടിച്ചു. അപ്പം അന്വേഷിച്ചിടത്തോളം ഈ അലി കുഞ്ഞും ക്ലീറ്റുമായിട്ട് നല്ല കൂട്ടെന്ന് പറഞ്ഞു. ആണല്ലേ? ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറൊക്കെ ഉണ്ട്. ആണോ? ആ, ഈ അലി ഇങ്ങോരായിട്ട് പണ്ട് ഇവിടെ ഒന്ന് ഇടിപിടിച്ചത് ഓർമ്മയുണ്ടോ? മീൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇതൊക്കെ എപ്പോൾ പോയി കൂട്ടാവണമെന്നാവോ? കൂട്ടാവന് എത്ര നേരം വേണം അവന്? കൂട്ടാനുണ്ടല്ലേ ഇടയ്ക്ക് ഓസിന് മീനൊക്കെ കൊണ്ടുവരണം ഇവിടെ. ഓസിനെന്ന് ആര് പറഞ്ഞു? അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്. ഇനി അത് പറഞ്ഞ് വെറുതെ അലമ്പുണ്ടാക്കല്ലേ. ഇനി അതും പറഞ്ഞ് നിങ്ങൾ തല്ലി പിടിക്കണ്ട. അല്ല പിന്നെ ഇത് തന്നെ ഇങ്ങനെ ദേഷ്യപ്പെട്ടതല്ലേട്ടെ. ഇനി അതും ഇത് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. എടാ, എനിക്ക് മനസ്സിലാവാത്ത എന്താ അറിയോ, ഇപ്പൊ അലിക്കിപ്പോ ചിലപ്പോ അവർ പിന്നീട് എപ്പോഴെങ്കിലും കൂട്ടായിട്ടുണ്ടാവും. പക്ഷെ അലിയുടെ അമ്മായിപ്പം വിഷം കഴിച്ചതിന് ക്ലീറ്റോ എന്തിനാ ഇങ്ങനെ മാത്രം ടെൻഷൻ അടിക്കണത്? ഒപ്പെരപ്പ പിടിച്ച് ഓടി തിരിച്ചിവിടെ വന്നിട്ട് ആകാശത്തോട്ട് നോക്കി ചിന്തപ്പനായിട്ട് ഇരിക്കുകയാണ്. ഒരക്ഷരം മിണ്ടണമല്ലോ എന്നോട്. അത് ഇത്ര അലമ്പനായിട്ടുള്ള മനുഷ്യൻ. അലമ്പനായിട്ടല്ലേ കൂട്ടുവിടുള്ളൂ. നമുക്ക് ചേരുന്നവരുടെ കൂട്ടുകൂടുക, അതാണ് പ്രധാനം. ഇപ്പൊ എന്താണ് സ്ഥിതി? എന്താണ് കേസെടുക്കും. അതുമായി ചുറ്റിപ്പറ്റിയുള്ള എല്ലാ അന്വേഷണങ്ങളും ഉണ്ടാവും. അപ്പോൾ ആരൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അവരൊക്കെ ചിലപ്പോൾ വിളിപ്പിക്കും. അതിലിപ്പോൾ ആര് വേണോ പെടാം. ആത്മഹത്യ ചെയ്യാൻ പാടില്ല, എല്ലാവരും കുടുങ്ങും. ആത്മഹത്യ ചെയ്ത് അപ്പം അങ്ങ് മരിച്ചേക്കണം അല്ലേ? അങ്ങനെ കുഴപ്പമില്ല. എന്തിനാണ് ആവശ്യമില്ലാത്ത നമ്മൾ ചിന്തിക്കുന്നത്? നമുക്ക് നമ്മുടെ കാര്യം നോക്കി അന്തസ്സായിട്ട് ജീവിക്കുക, ആരെയും ദ്രോഹിക്കാതെ ജീവിക്കുക, എന്നാൽ ഒരു കുഴപ്പമില്ല. ആത്മഹത്യ ചെയ്താ നിനക്ക് ഇപ്പം എന്തിൻ്റെ കുഴപ്പമാണ്? അല്ല, ആത്മഹത്യ ചെയ്ത് ആശുപത്രി കിടക്കുകയും വേണം. ഈ ചെയ്യുന്ന എന്ത് മെനക്കെടാണെന്നറിയാമോ? ഒന്നാമത്തെ തലവേദന ഞങ്ങൾക്ക്, അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷൻ അവിടെ ഹോട്ടൽ അല്ല ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ ഉള്ളവർക്ക്. പിന്നെ ആര് ചോദിച്ചാലും ഞാൻ ഇവിടെ ഇല്ല. എവിടെ പോണു? ഞാൻ ഒന്ന് കക്കൂസി പോണം. എത്ര പ്രാവശ്യം പോകും ക്ലീറ്റോ? അവനും കണക്ക് പറഞ്ഞു. ഓ, സ്വസ്ഥമായിട്ട് മനുഷ്യൻ്റെ ഒരിടത്ത് ഇരിക്കാം, ഒരു ചിലവില്ലാതെ ഇരിക്കുന്നിടത്ത് അവിടെ ഇരിക്കാൻ സമ്മതിക്കും. ക്ലീനോ ചേട്ടാ ഇല്ലേ ചേച്ചി? ക്ലീനോ ചേട്ടാ ഇല്ലേ? ഇല്ല. പാർട്ടി ഓഫീസിൽ ഇറങ്ങിയപ്പോൾ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് വന്നില്ല അലി. എന്തായിരുന്നു? അത് പേഴ്സണലി പറയേണ്ട കാര്യമോ? അമ്മായിപ്പൻ എങ്ങനെയുണ്ട്? 2-3 ദിവസം കൂടെ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടറെ. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ക്ലീറ്റോ വരികയാണെങ്കിൽ ഞാൻ പറയാം. എന്തായാലും ഒന്ന് പറഞ്ഞേക്കണേ, ഞാൻ തിരക്കുമെന്ന് പറയണേ കേട്ടോ, മറക്കല്ലേ? ഇല്ലേ? കഴിഞ്ഞോ? എന്ത് പോയ കാര്യം സാധിച്ചോന്ന്? ആരെവിടെ പോയി? നിങ്ങളിപ്പോ എന്തിനാ അങ്ങോട്ട് ഓടിയത്? പോയി. അതൊക്കെ നിങ്ങൾക്ക് പോകൂല എന്ന് എനിക്കറിയാം. നിങ്ങൾ എന്തെങ്കിലും പരുങ്ങണേന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. എന്ത്? ആ ചെറുക്കിന് പൈസ ഇതുവരെ കൊടുത്തില്ല അല്ലേ? മീനിന്റെ കുന്തം. ആവശ്യമില്ല, അത് പറയല്ല തങ്കം. പിന്നെ എന്തിനാ നിങ്ങൾ ആ മനുഷ്യനെ കാണുമ്പോൾ ഓടി വിളിക്കണം? എന്തിനാ? അത് പിന്നെ അവൻ്റെ അമ്മായിയപ്പൻ്റെ ഇതും പറഞ്ഞ് എന്തെങ്കിലും സഹായം ചോദിച്ച് വന്നാൽ എനിക്ക് അയാളെ ഇഷ്ടമല്ല, അയാൾ കൊള്ളില്ല.
അതുകൊണ്ടാണ് ഞാൻ ഈ എന്റെ ക്ലീറ്റോനെ ഞാൻ ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല, ഇതൊന്നുമല്ല കാര്യം. വേറെ എന്തോ കുഴപ്പമുണ്ട് ക്ലീറ്റോ. ഒന്നുമില്ല, നീ ഇത് ചുമ്മാ ഇരി തങ്കം. നിന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും ക്ലീറ്റോ. പറ നിങ്ങൾ എന്തേ ചേച്ചി ക്ലീറ്റോ ചേട്ടനെ മേളിൽ നിന്നൊരാൾ പറഞ്ഞ് ഇന്നടക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. വന്നിട്ടുണ്ടെങ്കിൽ അത് താഴോട്ട് പോയിട്ടുണ്ടാവും. താഴോട്ടോ? അവിടെ പോയിട്ടുണ്ടാവും. എലി. അലിയാ? എലി അല്ല, ഞാൻ എലി എന്നല്ലേ പറഞ്ഞത്. എവിടെ അലി? ഇവിടെ ഇപ്പോൾ ഇത്രയുള്ളൊരു മുട്ട അലി അല്ല എലി ഇങ്ങനെ പോയി അങ്ങോട്ട്. അതിനെ നോക്കിക്കൊണ്ട് നിൽക്കണം എന്തിനാ? എലിയെ കൊല്ലണം, അത് പ്രശ്നമാണ്. അവനൊരു എലിപ്പടി മേടിച്ച് വെച്ചാ പോരെ? എലിപ്പെട്ടിയിൽ കുടുങ്ങൂല ഈ എലി. ഇത് വലിയ എലിയാണ്. എന്തായടാ പുള്ളിക്ക്? സീരിയസാ? അയ്യോ ആ, സംശയമാണ് ആളുടെ കാര്യം. ദൈവമേ. അവിടെ ക്ലീറ്റോ അകത്തവിടെ ഉണ്ട്, അപ്പുറത്തെ കണ്ടിപ്പുണ്ട്. എന്താണ് എന്താ ക്ലീറ്റോ ചേട്ടൻ അന്വേഷിക്കണം? അവരോട് കാര്യം ചോദിച്ച് മനസ്സിലാക്കണ്ടേ? ക്ലീറ്റോ ചേട്ടൻ ഈ കേസോട് വല്ല ബന്ധമുണ്ടോ? ചോദിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എന്ത് ബന്ധം ക്ലീറ്റോന്? ക്ലീറ്റോ കഥ തുറന്നിട്ട് ഇവനൊക്കെ ഇങ്ങനെ പറയണേ? ക്ലീറ്റോ എനിക്ക് ചെറിയ ക്ഷീണം, ഞാൻ കിടക്കാൻ പോണു. ക്ഷീണം, ഞാൻ കിടക്കാൻ പോവാ. ഇങ്ങോട്ട് വന്നിട്ട് പോ. ക്ലീറ്റോ സത്യം പറ, അയാൾ മരിച്ചതിൽ ക്ലീറ്റോന് വല്ല ബന്ധമുണ്ടോ? ഇവൻ എന്തൊക്കെയോ പറയുന്നു. ക്ലീറ്റോ സത്യമായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. ഞാൻ നിരപരാധിയുടെ തങ്കം, നിന്നോട് ഞാൻ ഒന്നും ചെയ്തില്ല. നിരപരാധിയാണ് പേടിക്കുന്ന. പിന്നെ ആ വിഷം ക്ലീറ്റോ ചേട്ടനാണോ മേടിച്ചു കൊടുത്തത്? അല്ല, അത് അലീനെ വീട്ടിലെ തെങ്ങിൽ വണ്ടിന്റെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിലെന്തെങ്കിലും മരുന്ന് പറഞ്ഞാന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ മരുന്ന് മേടിച്ചു കൊടുത്ത് അത് ഈ സാമ്പത്തികം എടുത്ത് കുടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. സർക്കാർ നിരോധിച്ച ഈ കീടനാശിനി എനിക്ക് അവിടെ കിട്ടി. എന്തോ മേടിച്ചാണ് പോലീസിനെ പറ്റി എവിടെ നിന്ന് വിഷം കിട്ടി? അലി പറഞ്ഞു അത് തന്നെ വേണമെന്ന് പറഞ്ഞു. ഒന്നും ചെയ്തില്ല, ഞാൻ സത്യം ഇയാളെടുത്ത് കുടിക്കുമെന്ന് ഞാൻ വിചാരിച്ച. വണ്ടിനെ കൊല്ലാനല്ലേ ഞാൻ മേടിച്ചു കൊടുത്തത്. ആർക്കും ഒരു വയറ് ഞാൻ ഇനി ചെയ്യണല്ലോ. വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ പ്രശ്നമേ ഉള്ളൂ. അപ്പൊ ഹോസ്പിറ്റലുകാർ കുറച്ച് മെനക്കെട്ട് എനിമയെ കൊടുത്ത് വയറ് കഴിവ് വൃത്തിയാക്കിയിട്ടുണ്ട്. രക്ഷപ്പെട്ടല്ലേ? എന്റെ കർത്താവേ, സത്യം ഞാൻ ഒരു ഉപകാരം ചെയ്തു. എന്തിനാണ് നീ ഉപകാരം ചെയ്തത്? കുറച്ച് മീൻ കിട്ടാം ഓസിന്. അയ്യോ അളിയാ, അത് ഓസിനല്ല, അതിന് ഞാൻ പൈസ കൊടുക്കും. സത്യം കൊടുക്കും. നീ Aliens.